ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള 3ാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദർസു താസി അഷ്റ 19ാമത്തെ പാഠം എന്താണ്? വസ്വാജുഹു ഉമ്മഹാത്തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. അവർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, ഖദീജ വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിനു വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണവർ. മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അവർ താഴെ പറയുന്നവരാണ്. അവരുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്താണ് പാഠത്ത് പറയുന്നത്? സത്യവിശ്വാസികളുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആരാണ്? അവർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അത് മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം വരാം. എന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഏതാ? അവർ ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേരുകൾ പഠിക്കുന്നതിൻ്റെ വിധി നമുക്ക് നിർബന്ധമാണ്. അവരുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഖദീജത്തും ആയിഷത്തും വഹഫ്സ, സഫിയ്യത്തും മൈമൂനത്തും വസൗദ, റംലത്തും വഹിന്ദും സൈനബാനി ജുവൈരിയ, ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൽ മർലിയ. അപ്പോൾ അവരുടെ പേരുകളാണ് ഇവിടെ ബൈത്ത് രൂപേണ തന്നത്. ഖദീജ 1, ആയിഷ 2, ഹഫ്സ 3, സഫിയ 4, മൈമൂന 5, സൗദ 6, റംല 7, ഹിന്ദ് 8, സൈനബാനി എന്ന് പറഞ്ഞാൽ അതിൽ 2 പേരുകൾ വരുന്നുണ്ട്. അപ്പോൾ അതവിടെ താഴെ പറയുന്നുണ്ട്. 1 സൈനബ ബിൻത്ത് ജഹ്സി റളിയല്ലാഹു അൻഹ, 1 സൈനബ ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇവിടെ സൈനബാനി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ 9, 10, പിന്നെ ജുവൈരിയ 11 ഭാര്യമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ മാരിയത്തുൽ കിബ്തിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത് മാരിയത്തുൽ കിബ്തിയയിലാണ്. അപ്പോൾ അത് നമുക്കിവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ ഉള്ളത്. ഇനി നക്ര വനഫമു നോക്കാം. ബൈത്ത് നന്നായി പഠിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേരുകൾ എഴുതാൻ വന്നാൽ നമുക്ക് ബൈത്ത് പാടി എഴുതാൻ കഴിയും. മനസ്സിലാക്കുക. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ ഉമ്മമാർ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ. സൈനബാനി എന്ന് പറഞ്ഞത് 2 ഭാര്യമാർ സൈനബ എന്ന പേരിലുണ്ട്, അതാണ്. അപ്പോൾ അവരാരൊക്കെയാണ്? സൈനബ ബിൻത്ത് റളിയല്ലാഹു അൻഹ, രണ്ടാമത്തേത് സൈനബ ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. അപ്പോൾ അത് മനസ്സിലാക്കുക. റളിയല്ലാഹു അൻഹ, അള്ളാഹു അവരെ ഇഷ്ടപ്പെടട്ടെ. അവരുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയണം. സ്ത്രീകളുടെ പേര് സഹാബികളാണെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി എന്താണ്? നമുക്കിതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ അനുൻഷിതാണോന്ന് തന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടേക്ക് പേരുകൾ എഴുതാനാണ്. ഖദീജത്തുൻ ആയിഷത്തും വ ഹഫ്സ സഫിയ്യത്തും മൈമൂനത്തും വ സൗദ റംലത്തും വ ഹിന്ദ് സൈനബാനി ജുബൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൽ മർലിയ. പദ്യം ചൊല്ലി ഭാര്യമാരുടെ പേരുകൾ എടുത്തെഴുതാനാണ്. അപ്പോൾ അത് നമ്മളവിടെ നമ്പർ ഇട്ടിരുന്നു. ഖദീജ, ആയിഷ, ഹഫ്സ, സഫിയ, മൈമൂന, സൗദ, റംല, ഹിന്ദ്, സൈനബാനി. അപ്പോൾ ഇവിടെ 2 പേരുകൾ വരുന്നുണ്ട്. അപ്പോൾ 2 കള്ളിയിലേക്ക് എഴുതുക. പിന്നെ ജുവൈരിയ. അങ്ങനെ 11 ഭാര്യമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 ഭാര്യമാരുടെ പേരുകളാണ് ഇവിടെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ച മാരിയത്തുൽ കിബ്തിയ എന്ന മറ്റൊരു ഭാര്യ കൂടിയുണ്ട്. അപ്പോൾ അതിവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് എഴുതാം. എല്ലാവരും നന്നായി മനസ്സിലാക്കി വർക്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ സൈനബ എന്ന പേര് 2 പേരുകൾ ബുക്കിൽ നോക്കിയിട്ട് സൈനബ ബിൻത്ത് ജഹ്സ് റളിയല്ലാഹു അൻഹ, സൈനബ ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹ എന്ന് 2 കളിയിലേക്കാക്കിയിട്ട് എഴുതാം. ഇനി നംലൗൽ ഫറാ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. വിശ്വാസികളുടെ ഉമ്മമാരാണ്. അത് എഴുതാം അവിടേക്ക്. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. ഖദീജ ബീവി അത് എഴുതാം. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ അറുത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ അടയാളപ്പെടുത്താം. വിശ്വാസികളുടെ ഉമ്മമാരാണ്. ഖദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് ആടിനെ അറുത്ത് മാംസം എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ എഴുതുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് പേര് എഴുതുക. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ആണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് എഴുതുക അതൊക്കെ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഡാഷാണ്. ആരായിരുന്നോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതുക. അടുത്ത നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എങ്ങനെ സ്നേഹിക്കണം? എങ്ങനെ സ്നേഹിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുന്ന് എഴുതുക. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എങ്ങനെ സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കി പഠിക്കുക. സ്വന്തം ശരീരത്തെക്കാളും മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അടുത്തത് ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്ത്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, ഖദീജ വലിയ മഹദിയായിരുന്നു, അവരിൽ എനിക്ക് മക്കളുണ്ടായി എന്നൊക്കെ പറയുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ തഹ്സീസാണ് വരുന്നത്. പദ്യം കാണാതെ പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേരുകൾ എഴുതി ചാർട്ട് നിർമ്മിക്കാനും അതൊക്കെ ക്ലാസ് വർക്കാണ്. എല്ലാവരും മനസ്സിലാക്കി ചെയ്യാം. ഇനി ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കാര്യമാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരുന്ന രീതിയിൽ ചോദ്യം വന്നാൽ മനസ്സിലാക്കുക. ഇത് എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും
പരിചരിക്കുകയും ദീനിനു വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണവർ. മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്രേ മനസ്സിലാക്കുക. എന്നിട്ട് എഴുതാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച് എഴുതാൻ വന്നാൽ. അപ്പോൾ ഇത്രയാണ് ഈ 19ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.